നമസ്തേ. ഇന്ന് നമ്മൾ പ്രവേശിക ബുക്കിലുള്ള പദ്യമാണ് നോക്കുന്നത്. അതിൽ രണ്ടാമത്തെ പദ്യം മധുമയ് ദേശ് ഹമാര എന്നുള്ളതാണ്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ ജയശങ്കർ പ്രസാദ് ജിയാണ്. ഈ പദ്യത്തിൽ നിന്നും നമ്മൾക്ക് എഴുതാനായി വരുന്നത് ചോദ്യോത്തരങ്ങളുണ്ട്, അതിനുശേഷം കവിപരിചയമുണ്ട്, കവിതാ സാരാംശങ്ങളുണ്ട്, അതിനുശേഷം ആശയം വിശദമാക്കുക എന്നുള്ളതുണ്ട്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കവിപരിചയമാണ്. കവിപരിചയ് പേര് ശ്രീ ജയശങ്കർ പ്രസാദ്, ജൻ 30-1-1890, സ്വർഗവാസ്. അദ്ദേഹത്തിൻ്റെ മരണം 15-11-1937, ജന്മസ്ഥലം കാശി. ജീവനി, അദ്ദേഹത്തിൻ്റെ ജീവനിയാണ്. ശ്രീ ജയശങ്കർ പ്രസാദ് ജിക്ക് നിയമത് ശിക്ഷ 8वीं तक ही हुई. ജയശങ്കർ പ്രസാദ് ജി 8ാം ക്ലാസ് വരേക്കും മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. स्वाध्यक्ष से उन्होंने संस्कृत, पाली, उर्दू और अंग्रेजी भाषाओं का गहन अध्ययन किया. അതിനുശേഷം സ്വന്തമായി പഠിച്ച് അദ്ദേഹം സംസ്കൃത, പാലി, ഉറുദു, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളെല്ലാം പഠിച്ചു. ഇതിഹാസ്, ധർമ്മശാസ്ത്രത, പുരാതത്വ സേ യേ പ്രഖാൺ പണ്ഡിത്. ചരിത്രത്തിലും എക്കണോമിക്സിലും അതുകൂടാതെ ആർക്കിയോളജിയിലും അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതൻ തന്നെ ആയിരുന്നു. സാഹിത്യക് പരിചയ് ശ്രീ ജയശങ്കർ പ്രസാദ് ബഹുമുഖി പ്രതിഭാക്കെ ധനീതെ, വളരെ വലിയൊരു കഴിവുള്ള വ്യക്തി തന്നെയായിരുന്നു. മൂലതഃ കവി ഹോനെ പർ ബി യേ നാടക്, ഉപന്യാസ്, കഹാനി, നിബന്ധ് ആദി കെ ബി അമൂല്യ സാഹിത്യകാർ ദേ. അതുകൂടാതെ കവി ആയതിനോടൊപ്പം തന്നെ നാടകം, നോവലുകൾ, കഥകൾ, നിബന്ധ് മുതലായവ എഴുതുകയും ചെയ്തു. ഭാരതീയ സംസ്കൃതി തഥാ രാഷ്ട്രീയ ജാഗരൺ ഇൻകി രചനാവും കി വിശേഷത ഹെ. ഭാരതീയ സംസ്കൃതിയും രാഷ്ട്രീയ ജാഗരണം അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതയായിരുന്നു. ഇതിഹാസ് ഇൻകാ സബ്സെ പ്രിയ വിഷയ രഹ. ഹിസ്റ്ററി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്റ്റ്. ഇൻകി ഭാഷ സരൾ, സുബോധ് തഥാ ആകർഷക് ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ സരളവും സുബോധ വളരെയധികം നല്ലതായിട്ടും ആകർഷകവുമായിരുന്നു. ശൈലി രുചികർ തഥാ രോമാഞ്ചക് ഹെ. അദ്ദേഹത്തിൻ്റെ ശൈലി വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്നതും മനോഹരമായതുമായിരുന്നു. കാമായനി മഹാകാവ്യ ഇൻകി കീർത്തി പതാക ഹെ. കാമായനിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ രചനകൾ അജാതശത്രു, സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത്, രാജശ്രീ, ധ്രുവസ്വാമിനി, കങ്കൾ, ഇരാവതി, ആദി, ഇന്ദ്രജാൽ, ഛായ, പ്രതിധ്വനി, ആൻസു, ജർണ, ലഹർ, കാമായനി, പ്രേംപതിക് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. അടുത്തത് കവിതാ സാരാംശമാണ്. ഈ തന്നിരിക്കുന്ന മധുമയ് ദേശ് ഹമാര എന്നുള്ള കവിതയുടെ സാരാംശമാണ് നോക്കാൻ പോകുന്നത്. सारांश कविता परिचय. मधुमय देश हमारा नामक एक कविता श्री जयशंकर प्रसाद जी के सुप्रसिद्ध नाटक चंद्रगुप्त में लिखी गई है. മധുമയ് ദേശ് ഹമാര എന്നുള്ള കവിത ജയശങ്കർ പ്രസാദ് ജിയുടെ സുപ്രസിദ്ധമായ നാടകം ചന്ദ്രഗുപ്തിൽ നിന്നും എഴുതിയത്. നാടകെ പ്രാരംഭേ സെല്യൂക്കസ് കി കന്യ കാൺലിയ ഇസേ ഗാത്തി ഹെ. നാടകത്തിൻ്റെ തുടക്കത്തിൽ സെല്യൂക്കസിൻ്റെ മകളായ കാൺലിയയാണ് ഈ മധുമയ് ദേശ് ഹമാര എന്നുള്ള ആ പാട്ട് പാടുന്നത്. ഹമാരി മാതൃഭൂമി ഭാരത് കി ഗരിമ കാ യഥാർത്ഥ വർണ്ണൻ കിയാ ഗയാ ഹെ. നമ്മളുടെ മാതൃഭൂമി ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. മധുമയ് ദേശ് हमारी मधुमय मातृभूमि के बारे में कवि कहते हैं कि भारत मधुमय देश है. ഈ ഭാരതം വളരെയധികം മനോഹരമാണ്. ഭാരതവാസി ദയാലു തഥാ ഉദാർചിത് ഹെ. ഇവിടെയുള്ള ഭാരതവാസികൾ ദയാലുക്കളും ദയാമനസ്കരുമാണ്. യഹാ പഹുഞ്ചിനെ വാലെ അൻജാൻ ക്ഷിതിജ് ഹോബി ജീനേക്കാ കുച്ച് ന കുച്ച് സഹാര ജരൂർ മിൽ ജാത്താ ഹെ. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് അറിയാത്തവർക്ക് പോലും ഇവിടെ ജീവിക്കാനുള്ള ഒരു ആശ്രയം തീർച്ചയായും ലഭിക്കുന്നു. खनिज पदार्थों से भरी हुई इस सरस भूमि पर मनोहर पेड़ की शाखाएं खुशी से नाच रही है. ഈ വളരെയധികം ധാരാളം ഖനിജ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വളരെ നല്ല ഭൂമിയിൽ മനോഹരമായ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്യുന്നു. ഈ സുമധുർ ദേശ് में हरियाली अपनी अटल संपत्ति से जीवन में मंगल कुंകും ചിട്കാ രഹേ ഹെ. ഈ മനോഹരമായ ദേശത്തിൽ പച്ച നിറം അതിൻ്റെ സമ്പത്ത് കൊണ്ട് ഒരു മംഗള രീതിയിൽ കുങ്കുമമാണ് അവിടെ എല്ലാവിടെയും തെളിച്ചു കൊണ്ടിരിക്കുന്നത്. അരുൺ യ ദേശ് ഹമാര. ഭാരത് സംസേ പ്യാര. ഭാരതം പ്രിയപ്പെട്ടത്. ഭാരത് മഹാൻ ദേശ് ഹേ നഹി ബൽക്കി പ്യാര ദേശ് ഭി ഹേ. വളരെയധികം പ്രിയപ്പെട്ട ഒരു ദേശം കൂടിയാണ്. മനുഷ്യമാത് നഹി അന്യ പശുപക്ഷിയും ഭി ഇസ് ദേശ് സേ പ്യാർ കർത്തേ ഹേ. മനുഷ്യൻ മാത്രമല്ല മറ്റുള്ള പക്ഷിമൃഗാദികളും ഈ ദേശത്തെ സ്നേഹിക്കുന്നു. കവി കെ ശബ്ദോമേ ചോട്ടെ ചോട്ടെ ഇന്ദ്രധനുഷ് കെ സമാൻ അപ്നെ ആകർഷക് പങ്ഖോ
पंखों को फैलाते हुए शीतल पर्वतीय हवा के सहारे पक्षी भारत को अपना प्यारा घोंसला समझकर उसकी ओर उड़ रहे हैं. ഇവിടെ ചെറിയ കവിയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ഇന്ദ്രധനുഷിനെ പോലെ മഴവില്ലുകളെ പോലെ ആകർഷകമായ ചിറകുകൾ വിരിച്ചുകൊണ്ട് ശീതളമായ ആ പർവ്വതത്തിൽ നിന്നും വരുന്ന കാറ്റുകളുടെ ആശ്രയത്തോടുകൂടി പക്ഷികൾ ഭാരതത്തിൽ അവരുടെ ചിറക് വിരിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്നു. ഭാരത് കെ ആകാശ് പർ രഹ്നെ വാലെ ബാദൽ കരുൺ ജൽസേ ഭരേ ഹേ. ഭാരതത്തിൻ്റെ ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന കാർമേഘം കരുണ നിറഞ്ഞ വെള്ളം കൊണ്ട് ഇവിടെ തെളിക്കുന്നു. സമുദ്ര की लहरें भारत माम के चरण धोकर यानी भारत के तट को छूकर हर्ष का അനുഭവ कर रही है. സമുദ്രത്തിലെ ആ തിരമാലകൾ ഭാരത് മാതാവിൻ്റെ കാലുകളെ കഴുകുകയും അതായത് ഭാരതത്തിൻ്റെ ആ തീരത്ത് ചെന്ന് തട്ടിക്കൊണ്ട് സന്തോഷമാണ് അനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉഷ സൂരജ് രൂപി हेम कुंभ लाकर कवि सहित ഭാരത്വാസിയോം പർ സുഖ് ഉടേൽ ദേത്തി ഹേ. ആ പ്രഭാതത്തിൽ സൂര്യനാകുന്ന ഒരു കുങ്കുമത്തിൻ്റെ കുംഭം, ചുവന്ന നിറത്തിലുള്ള കുംഭവും എടുത്തുകൊണ്ടാണ് ഭാരതവാസികളുടെ അടുത്തേക്ക് സുഖം ഉണ്ടാക്കാനായി വരുന്നത്. യഹാം കെ മന്ദിർ രജനി മേ ജബ് താരെ ചമക്തെ തബി ഊങ്തെ രഹത്തെ ഹേ. അർത്ഥാത് ഭാരതവാസി അതിശീക് ജാത്തെ. ഇവിടെയുള്ള അമ്പലങ്ങൾ ആ ഇരുട്ട് വീഴുമ്പോൾ തന്നെ അവിടെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു, ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഭാരതവാസികൾ വളരെ നേരത്തെ എഴുന്നേറ്റ് ശീലമുള്ളവരാണ് എന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. हेमकुंभले उषा सवेरे भरत ढुलकाती सुबह मेरे. विशेषता जयशंकर प्रसाद इस कविता के द्वारा भारत की प्राकृतिक संपदा, उसकी विशिष्ट संस्कृति आदि पर प्रकाश डालते हुए भारतवासियों के गुण पर भी प्रकाश डालते हैं. ജയശങ്കർ പ്രസാദ് ഈ കവിതയിലൂടെ ഭാരതത്തിലെ പ്രാകൃതികമായിട്ടുള്ള സമ്പത്തുകളെക്കുറിച്ചും വിശിഷ്ടമായ സംസ്കാരത്തെക്കുറിച്ചും മാത്രമല്ല ഇവിടെയുള്ള ഭാരതവാസികളുടെ ഗുണങ്ങളെക്കുറിച്ചും ഇവിടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രശ്നം കെ ഉത്തർ ഏക് യാ ദോ വാക്യമേം ലിഖിയെ. മധുമൈ ദേശ് ഹമാര എന്നുള്ള പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ്. അത് ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതുക. कवि प्रसाद के अनुसार अनजान क्षितिज को कहाँ पहुँचने पर सहारा मिलता है. കവി ജയശങ്കർ പ്രസാദ് ജി പറയുന്നതനുസരിച്ച് ആ അറിയാതെ കിടക്കുന്ന ചക്രവാളത്തിൽ എവിടെ തട്ടുമ്പോഴാണ് ആശ്രയം ലഭിക്കുന്നത്. കവി പ്രസാദ് ജി के अनुसार अनजान क्षितिज को मधुमय देश भारत पहुँचने पर सहारा मिलता है. ഈ മധുമയമായ ദേശത്തിൽ ഭാരതത്തിൽ എത്തുമ്പോഴാണ് ഈ ക്ഷിതിജിന് ഒരു ആശ്രയം ലഭിക്കുന്നത്. അനന്ത് കി ലഹരേം കഹാൻ ടകരാത്തി ഹെ. ഈ അനന്തതയുള്ള തിരമാലകൾ എവിടെയാണ് ചെന്ന് തട്ടുന്നത്. അനന്ത് കി ലഹരേം ഭാരത് കെ കിനാരെ പർ ടകരാത്തി ഹെ. ഈ അനന്ത് കി ലഹരേം ഭാരതത്തിൻ്റെ തീരത്താണ് ചെന്ന് തട്ടുന്നത്. കവി ഉടുത്തെ ഖഗോം കി പങ്കോം കി തുലന കിസ്സേ കർത്തേ ഹെ. കവി ആ പറക്കുന്ന പക്ഷികളുടെ ചിറകുകളെ ഏതുമായാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. കവി ഉടുത്തെ ഖഗോം കി പങ്കോം കി തുലന ദേവതാവും കി ധനുഷ് കർത്തേ ഹെ. പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളുടെ ചിറകുകളെ ദേവതകളുടെ ആ ധനുഷിനോടാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മനോഹർ തരുഷിക കിസ്പർ നാച്ച് രഹി ഹെ. മനോഹരമായ ആ വൃക്ഷക്കൊമ്പുകൾ എവിടെയാണ് നൃത്തം ചെയ്യുന്നത്. ഭാരത് കെ സരസ് താമരസ് ഗർഭ വിഭാ പർ മനോഹർ തരുഷിക നാച്ച് രഹി ഹെ. ഭാരതത്തിൻ്റെ ആ സ്വർണ്ണ നിറമാകുന്ന പ്രകാശത്തിലാണ് മനോഹരമായ വൃക്ഷക്കൊമ്പുകൾ നൃത്തം ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.